UAE ചിത്രകലയിൽ നിരവധി സമ്മാനങ്ങൾ വാരിക്കൂട്ടുന്ന ഒരു 11-കാരിയാണ് നമ്മോടൊപ്പം ഉള്ളത്. കണ്ണൂർ സ്വദേശിയായ നസ്മിൻ റഷീദ്. ഇതുവരെ എത്ര സമ്മാനം കിട്ടി? ഇതുവരെ ഒരു 5+ അവാർഡ്സ് കിട്ടിയിട്ടുണ്ടാവും. അതിൽ ഏറ്റവും വലിയ അവാർഡ് എന്തായിരുന്നു? അത് ഏറ്റവും വലിയ അവാർഡ് ടാലന്റ് റെക്കോർഡ് അവാർഡ്, പിന്നെ എക്സെപ്ഷണൽ ടാലന്റ് അവാർഡ്. ഇപ്പൊ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാനിപ്പോൾ 6ാം ക്ലാസ്സിൽ. എത്രാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവാർഡ് കിട്ടി തുടങ്ങിയത്? അതൊരു 9 വയസ്സാകുമ്പോൾ തുടങ്ങിയതാണ്. ഞാൻ എക്സിബിഷൻസ് ഒക്കെ 9 വയസ്സാകുമ്പോൾ തുടങ്ങിയത്. അപ്പോൾ പിന്നെ ഞാൻ ഒരു ചെറുപ്പത്തിൽ 5 വയസ്സുണ്ടായ ഒരു ബുർജിയിൽ നിന്ന് ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ എക്സിബിഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയ്ക്കുള്ള എക്സിബിഷൻ ആണോ അതോ മറ്റുള്ളവരുടെ ചിത്രങ്ങളോട് കൂടിയിട്ടുള്ളതാണോ? മറ്റുള്ള ചിത്രങ്ങൾ. ഇനി എന്താണ് ഒരു സോളോ എക്സിബിഷൻ ചെയ്യാനുള്ള പ്ലാൻ ഉള്ളത്? അതറിയില്ല. ഈ പെയിന്റിങ്സ് ഒക്കെ കൂടുതലായി നല്ല ഇത് ഒക്കെ ആക്കാം. ഓക്കെ. ഏതാ മീഡിയം കൂടുതൽ ഉപയോഗിക്കുന്നത്? ഞാൻ ആക്രിലിക്സ് ആണ്. എന്താ ഇതിന് കാരണം? കാരണം വാട്ടർ കളർ അധികം എനിക്ക് അറിയൂല. പിന്നെ ഓയിൽ പെയിന്റും എനിക്ക് അതിനെക്കുറിച്ച് ഒരു ടച്ചും ഇല്ല. പിന്നെ ആക്രിലിക്സ് ആണ് ഞാൻ ചെറുപ്പത്തിൽ മുതൽ തുടങ്ങിയതല്ലോ. അപ്പോൾ എനിക്ക് ആക്രിലിക് തന്നെയാണ് യൂസ്ഡ് ആയത്. അപ്പം പിന്നെ ആക്രിലിക് തന്നെയാണ് എനിക്ക് വേണ്ടത്. ഈ ചിത്രങ്ങളെ പലതും ഒരു 3 ഡയമെൻഷൻ ഇതില്ലേ നമുക്ക് ഇങ്ങനെ ടച്ച് ചെയ്ത് കാണാവുന്നതിൽ ഇതെങ്ങനെയാക്കുന്നത്? ഇത് ഒരു പൈപ്പിംഗ് ബാഗിൽ പെയിന്റ് ഇട്ടിട്ട് പിന്നെ പൈപ്പ് ചെയ്യുന്നതാണ്. അപ്പൊ പിന്നെ അത് ഡ്രൈ ആയി കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ പൊന്തി നിൽക്കും. ഓക്കെ. നമ്മൾ ഈ ഹെന്ന ഇടുന്ന പോലെ അല്ലേ? ഇത് എവിടെ നിന്ന് ഈ വിദ്യയൊക്കെ പഠിച്ചത്? ഇതൊക്കെ എൻ്റെ ഉമ്മ പഠിപ്പിച്ചതായിരുന്നു. അവർക്ക് എന്താ ഇങ്ങനെ കേക്കൊക്കെ ആക്കാൻ അറിയാം. അപ്പോൾ ഇതിന്റെ സാധനങ്ങളൊക്കെ പഠിപ്പിച്ചാണ്. അപ്പോൾ കേക്ക് ഉണ്ടാക്കുന്ന വിദ്യ ഇപ്പോൾ ചിത്രകലയിലും കൂടിയിട്ട് ഉപയോഗിക്കുകയാണ് അല്ലേ? ഇനിയിപ്പോൾ ഏതൊക്കെ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാനാണ് പ്ലാൻ? ഞാനിപ്പോൾ ഫ്യൂച്ചർ കമ്മിങ് ഒരു അസാസ് പ്രോഗ്രാം ഉണ്ട്, ആനുവൽ സ്റ്റുഡൻറ് ആർട്ട് ഷോ. അവിടത്തേക്കാണ് ഈ പെയിന്റിങ്ങും പങ്കെടുക്കുന്നത്. ആരാ പെയിന്റിങ്ങിൽ ഇങ്ങനെ ഇൻസ്പിറേഷൻ തന്നത്? ഇൻസ്പിറേഷൻ എൻ്റെ മദർ തന്നെയാണ്. വീട്ടിലാരൊക്കെ ഉണ്ട്? പേരൻസിനെ പരിചയപ്പെടുത്തോ? എവിടെയാണ് അവർ? നാട്ടിൽ? ഉപ്പയുടെ പേര് റഷീദ്. ഉപ്പ കേരള കണ്ണൂർ പുതിയങ്ങാടിയിലാണ്. പിന്നെ ഉമ്മ സുമയ്യ എന്ന പേര്. ഉമ്മ പഴയങ്ങാടിയിലാണ്, കണ്ണൂർ. പിന്നെ എനിക്ക് ഒരു ചെറിയ അനിയനുണ്ട്. അനിയനും വരക്കലുണ്ട്. വാ. അനിയന്റെ പേരെന്താ? എഹസാൻ. അനിയനും ഇതേപോലെ അക്രിലിക് തന്നെയാണോ വരക്കുന്നത്? അക്രിലിക് തന്നെയാണ്. ഏറ്റവും വലിയ കോമ്പറ്റീഷൻ ഏതിലാണ് പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നത്? എനിക്ക് ഈ ആനുവൽ സ്റ്റുഡൻറ് ആർട്ട് ഷോ തന്നെയാണ് ഏറ്റവും ഇഷ്ടം. പിന്നെ ഹയാത്ത് ആർട്സ്, ഞാൻ അവരുടെ ആർട്ട് റെപ്രസെൻറ്റേറ്റീവ് ആണ്. ഫുനൂൺ ആർട്സും ആനുവൽ സ്റ്റുഡൻറ് ആർട്ട് ഷോൻ്റെ ഞാൻ അംബാസഡറുമാണ്, ആർട്ട് അംബാസഡർ. 2 ഹ്യൂമാനിറ്റേറിയൻ പാസ്പോർട്ട് കിട്ടിയൊരു കഥ കേട്ടിരുന്നു. അതെന്തിനാ കിട്ടിയത്? ആദ്യം കിട്ടിയ പാസ്പോർട്ട് ഞാനൊരു ഡൊണേഷന് വേണ്ടി, പീപ്പിൾ ഓഫ് ഡിറ്റർമിനേഷൻ്റെ വേണ്ടി ഒരു പെയിൻറ്റിങ് ഡൊണേഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് വണ് ഹ്യൂമാനിറ്റേറിയൻ, ഒരു 1 മില്യൺ ഇന്നോവേറ്റീവ് വോളണ്ടിയേഴ്സിന് വേണ്ടി ഉള്ള ഒരു ഇതാണ്. അത് നോമിനേഷൻ വേണ്ടിയിട്ടാണ്. സോഷ്യൽ മീഡിയയിൽ മോളുടെ ചിത്രങ്ങൾ ഭയങ്കരമായിട്ട് വൈറലായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. എന്തായിരുന്നു? എത്ര കാഴ്ചക്കാരെ അത് കണ്ടിട്ടുണ്ട്? അത് ഒരു 60 മില്യൺ, അങ്ങനെ 60 മില്യൺ. അത് എന്ത് വീഡിയോ ആയിരുന്നു? അത് ഞാൻ ചെറുപ്പത്തിൽ എങ്ങനെ വരച്ചു, എങ്ങനെ ഇപ്പോൾ എങ്ങനെയാണ്, അങ്ങനത്തെ ഒരു വീഡിയോ. ഇപ്പോൾ ചിത്രകല പഠിക്കുന്നുണ്ടോ മോള്? ഞാൻ പഠിക്കുന്നില്ല, എൻ്റെ ഉമ്മ പഠിപ്പിച്ചിരുന്നതാണ്. ഓക്കെ. പിന്നെ ഈ ചിത്രത്തിന് എന്താ പ്രത്യേകത? ഇത് ഞാൻ കാലിഗ്രഫി ഒക്കെ പഠിച്ചതായിരുന്നു. അപ്പോൾ ആ കാലിഗ്രഫി ഒക്കെ ഈ പെയിന്റിങ്ങിൽ ഉൾപ്പെടുത്ത്. പിന്നെ ബുർജ് ഖലീഫ അത് നടുക്കായി വന്നു. പിന്നെ അതിൻ്റെ ബാക്കിൽ ഒരു മൂൺ വരച്ചു. അപ്പോൾ അതിൽ ഈ കാലിഗ്രഫി വന്നതും ബുർജ് ഖലീഫയാണ് മെയിൻ ഫോക്കസ് ആയിട്ട് വരുന്നത്.
ഏത് തരം ചിത്രങ്ങളാണ് വരയ്ക്കാൻ ഇഷ്ടം? ലാൻഡ്സ്കേപ്പ് ആണോ അല്ലെങ്കിൽ വേറെ പോർട്രേറ്റ്സ് ആണോ? എനിക്ക് ഇങ്ങനെ നേച്ചറും ആർക്കിടെക്ചറും ആയിട്ടാണ് എനിക്ക് കൂടുതൽ വരയ്ക്കാൻ ഇഷ്ടം. ഇങ്ങനെ വാൻഗോഗ് സ്റ്റൈലാണ്. ഓക്കെ. ഇപ്പോൾ ഇതിൻ്റെ ആശയങ്ങളൊക്കെ എങ്ങനെയാണ് കിട്ടുന്നത്? ഇപ്പോൾ ഞാൻ ഈ വാൻഗോഗ് സ്റ്റൈലിൻ്റെ പിക്ചേഴ്സൊക്കെ കണ്ട് ആ സ്കൈ ഒക്കെ എനിക്ക് ഇഷ്ടമായതാണ്. അപ്പോൾ ആ സ്കൈ എടുത്തിട്ട് എൻ്റെ ഒരു സ്റ്റൈലായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇതിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സ്കൈ ആണ് കൂടുതലും വരുന്നത്. ഒരു കൊറിയൻ കവി നസ്നീന് സമ്മാനമായിട്ട് കൊടുത്തതാണിത്. നമ്മുടെ ടാഗോറിൻ്റെ കവിതയുടെ കൊറിയൻ ട്രാൻസ്ലേഷനാണ്. ഇത് വന്ന വഴിയൊന്ന് പറയാൻ പറ്റുമോ? ഇത് എനിക്കൊരു കൊറിയൻ ഒരു ആൻറ്റി ഉണ്ട്. അപ്പോൾ ആ ആൻറ്റി എന്നെ കൊറിയയിൽ എക്സിബിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒരു പെയിൻറ്റിങ് അവിടെ ഇട്ടു. പിന്നെ കൊറിയയിൽ ഒരു പെയിൻറ്റിങ് സോൾഡും ആയിട്ടുണ്ട്. അപ്പോൾ ഇത് അവർ എനിക്ക് തിരിച്ചു വരുമ്പോൾ അവർ തന്നത് ഒരു ഗിഫ്റ്റാണ്. മോള് ഒരു 3 ഇയേഴ്സ് ആകുമ്പോൾ തന്നെ വൈഫ് ഇതുപോലെ ചെറുതായിട്ട് അക്രലിക്കിനകം അക്രിലിക്കല്ല ക്രയോൺസ് ഒക്കെ കൊടുത്ത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യായിരുന്നു. അപ്പോൾ പുറത്തൊന്നും ആവാതെ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ടിട്ട് പുറത്തുള്ള ചെറിയ ചെറിയ മാളിലൊക്കെ നടക്കുന്ന കോമ്പറ്റീഷനിലൊക്കെ നമ്മൾ കൊണ്ടുപോകായിരുന്നു. ഒരു 3-4 ഇയേഴ്സ് തന്നെ അത് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അതിൽ കുറച്ചും കൂടെ അവൾക്ക് ഇൻട്രസ്റ്റ് കണ്ടപ്പോൾ നമ്മൾ വീണ്ടും അക്രിലിക്കും ഇതൊക്കെ ആയിട്ട് അവൾക്ക് സപ്പോർട്ട് ചെയ്തു. പിന്നെ ഒരു 5th ഇയർ ആകുമ്പോൾ തന്നെ ഒരു ബുർജിയിൽ നടന്നൊരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു, നാട്ടു കോമ്പറ്റീഷൻ. അതിൽ ഫസ്റ്റ് വിന്നറുമായിരുന്നു. ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. പിന്നീട് മോന് ഒരു ചെറുതായിരിക്കുമ്പോൾ തന്നെ നമ്മുടെ പഴയ റൂമിൽ ഒരു വാളിൽ സ്ക്രിബിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ അത് ഭയങ്കര മോശമായി കണ്ടപ്പോൾ മോളോട് പറഞ്ഞു, നിനക്കത് എന്തെങ്കിലും ചെയ്ത് ഒരു നല്ലൊരു ആർട്ടായിട്ട് മാറ്റാൻ പറ്റുവാണെങ്കിൽ ചെയ്തു എന്ന രീതിയിൽ മോൾക്ക് സപ്പോർട്ട് ചെയ്തു, എന്താണെങ്കിലും വരച്ചു എന്ന രീതിയിൽ. അപ്പോൾ അത് മോളൊരു നല്ലൊരു ആർട്ടാക്കി മാറ്റി അവരുടേതായ രീതിയിൽ അവരുടെ സ്റ്റൈലിൽ അത് നല്ലൊരു പിന്നെ അത് ഹിറ്റായി. ആൾക്കാർ അതിന് ഒരു ഇവിടുത്തെ ലോക്കൽ ചാനൽ അത് ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ട് അങ്ങനെ അത് കണ്ടപ്പോഴാണ് ഞങ്ങളും പിന്നെ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്ത് വൈഫും സപ്പോർട്ട് ചെയ്തു. അപ്പോൾ അതിനുശേഷം പിന്നെ കുറേ എക്സിബിഷൻസൊക്കെ പങ്കെടുക്കാൻ തുടങ്ങി. അക്രിലിക് മാത്രമാണ് ചെയ്യുന്നത്. കുറേ എക്സിബിഷൻ 20+ എക്സിബിഷനൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി സോളോ പ്ലാൻ ചെയ്യുന്നുണ്ടോ? സോളോ പ്ലാൻ ചെയ്യുന്നുണ്ട്. കുറച്ചും കൂടെ നല്ലൊരു ആർട്ട് വർക്ക്സ് ഒക്കെ ആയിക്കഴിഞ്ഞിട്ട് നോക്കാമെന്നുള്ള രീതിയിലായിരുന്നു. മോളിപ്പോൾ പഠിക്കുന്നത് കോസ്മോപൊളിറ്റൻ ഇൻ്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ അജ്മാലിലാണ്. അവിടെ നിന്ന് നല്ല സപ്പോർട്ടാണ്. അത് ആർട്ട് ടീച്ചറായാലും പ്രിൻസിപ്പളായാലും നല്ല രീതിയിൽ മോൾക്ക് ആർട്ടിൽ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആർട്ടിൽ മോൾ എവിടെ എത്തിക്കാണണം എന്നാണ് ആഗ്രഹം? മോൾക്ക് കുറേ ഡ്രീംസ് ഉണ്ട്. അവളുടെ ചെറിയൊരു ബുക്കിൽ പിന്നെ അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു സീക്രട്ട് ബുക്ക് എന്നാണ് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ പൂർത്തീകരിക്കട്ടെ എന്നാണ് ആഗ്രഹം.